ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ചാൾ മുന്നേ ചിമ്മിനിക്ക് പോയി ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയിട്ട് റേഞ്ചൊക്കെ കട്ടാവണമായിട്ട് മുന്നേ ഒരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും കാത്തുന്നു. അപ്പോൾ അച്ഛൻ വന്നു, അഖിൽ വന്നു, പിന്നെ നീല ബസ്സിൻ്റെ മുന്നിൽ നീല കോട്ടിട്ട് അജിത്ത് എത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ പോയി. പിന്നെ ഇവിടേക്ക് പോകുമ്പോഴുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പോണ റൂട്ടാണ്. മഴക്കാലത്താണ് പോകേണ്ടത്. ജാതി ഫീലാണ്. വൈൽഡ് ലൈഫ് കിട്ടൊരു കളിയില്ല. അപ്പോൾ കൂണ് കണ്ടപ്പോൾ കൂണിൻ്റെ വീഡിയോ എടുത്തു. നല്ല വലിയ കൂണായിരുന്നു. പിന്നെ ഡാമും മഴയും കോടയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അത് നോക്കി നിന്ന് കുറേ നേരം നിന്നു. അപ്പോൾ എല്ലാവരും ഫോണെടുത്തിട്ട് കോടയുടെ ഭംഗിയൊക്കെ പകർത്തുണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു. ഞാനും കുറച്ചെടുത്തു. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഫോണിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഫോണൊക്കെ മാറ്റി നമ്മൾ ചുറ്റമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണത്. പിന്നെ നമ്മൾ വഴിയൊക്കെ ആകെ മഴ പെയ്തിട്ട് ചെളിയൊക്കെ ആയി കിടക്കണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഷൂ ഇട്ടുണ്ടായിരുന്നു, ആകെ നനഞ്ഞ് നാശമായി. പിന്നെ നമ്മൾ പതുക്കാൻ അവിടെ നിന്ന് നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി നിന്നു. അവിടെ ആകുമ്പോൾ കുറേ കൊട്ടവഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ഡാമിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാം. അവിടെ നിന്ന് കോടയുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് നിൽക്കുമ്പോണ്ട് അവിടെ ശക്തിമാൻ്റെ പോസിട്ട് നിൽക്കണ കാരണം പതുക്കാൻ അപ്പുറത്തേക്ക് പോയി ഡാമിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നോക്കിയൊക്കെ കുറച്ച് നേരം നിന്നു. പിന്നെ അജിത്ത് ശക്തിമാൻ്റെ പോസ് മാറ്റിയപ്പോൾ അവിടുത്തെ കോടയുടെ ഭംഗിയൊക്കെ നമ്മൾ വീഡിയോയിലെടുത്തു. അപ്പോൾ നമ്മളങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശക്തിമാൻ പോസ് ഇട്ട് ചെക്കൻ ഫോട്ടോഗ്രാഫറായി ഉണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഇവിടെ 2 ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് സൂം ചെയ്യാൻ പറ്റണ സാംസങ്ങിൻ്റെ ഫോണും കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മഴ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും കോട്ടും കുടയൊക്കെ പിടിച്ച് സെറ്റായി. അതിൻ്റെ ഇടയിൽ കൂടെ കോട്ടൊക്കെ പിടിച്ച് റിസ്കി ഷോട്ടുകൾ എടുക്കണ്ടായിരുന്നു. മഴ കുറഞ്ഞപ്പോഴേക്കും ഫോറസ്റ്റുകാരാന്ന് തോന്നുന്നുണ്ട് സ്റ്റിക്കും കൊണ്ട് ചെറിയ ബോട്ടിൽ ഡാമിൽ ചൂണ്ടിടാൻ പോകുന്നുണ്ടായിരുന്നു. മഴ നല്ല രീതിയിൽ കൂടി എല്ലാവരും നന്നായിട്ട് നനഞ്ഞു. പിന്നെ നമ്മൾ പതുക്കാൻ അവിടെ നിന്ന് നീങ്ങി. തിരക്ക് കുറഞ്ഞ എല്ലാവരും പോയപ്പോൾ ഊഞ്ഞാലിൻ്റെ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയി. എല്ലാവരും മാറി നല്ല രീതിയിൽ ഊഞ്ഞാലാടി. അപ്പോഴേക്കും പിന്നെ നന്നായിട്ട് നേരം വൈകി കാരണം ഗാർഡ് വന്നിട്ട് പതുക്കാൻ ഇറങ്ങാൻ പറഞ്ഞു. നമ്മൾ മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് വഴിയിൽ നിന്ന് ഒരു ആമക്കുഞ്ഞിനെ കിട്ടി. നമ്മുടെ ഈ കൂട്ടത്തിൽ ഇതേപോലെ മെയിൻ രക്ഷകനായുള്ള അജിത്തിന് തന്നെയാണ് ഇത് കിട്ടിയത്. അവനെങ്ങനെ ജീവികളൊക്കെ പിടിച്ച് രക്ഷപ്പെടുത്താറൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അതിനെ എടുത്തിട്ട് പതുക്കാനെ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒഴുക്കുള്ള ഭാഗത്തേക്ക് കൊണ്ട് വെച്ച് കൊടുത്തു. അത് പിന്നെ പൊക്കോളെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ ആൾക്കാരൊക്കെ പോയി. ഇപ്പം നമ്മൾ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ആരും ഒന്നും ആവില്ല. ലാസ്റ്റായപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കാലി. ടൈമൊക്കെ 6 മണിക്ക് ഏകദേശം അടുത്തായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് പതുക്കാനെ അവിടെ നീങ്ങി. കുഞ്ഞപ്പനും തന്നെയാണ് പിന്നിൽ തന്നെ നടക്കണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പതുക്കാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ പോണ റൂട്ടൊക്കെ ഇരുട്ടായി ഉണ്ടായിരുന്നു.